നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് ശ്രീ മുരളീകൃഷ്ണൻ, സീനിയർ ജേർണലിസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്ന വി.ഡി. സതീശൻ ഓരോ മന്ത്രിമാരുടെയും തലപ്പത്തേക്ക് പല IAS-കാരെയും തിരികെ കയറ്റി എന്നൊരു വിവാദം ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ വിവാദങ്ങൾക്ക് പിന്നിൽ എന്താണ്? ഈ ഭരണം പിടിക്കാനുള്ള ഉത്സുകതയാണോ? അതുപോലെ തന്നെ അദ്ദേഹം നേരിടുന്ന വെല്ലുവിളികൾ, ഈ രണ്ട് വിഷയങ്ങളാണ് ഞങ്ങൾ ഒന്നായിട്ട് ചർച്ച ചെയ്യുന്നത്. അല്ല, പൊതുവെ പറഞ്ഞാൽ ഒരു സ്വാഭാവികമായ പരമായ നടപടിക്രമം എന്നൊക്കെ നമുക്ക് തന്നെ പറയാം. വ്യവസായ വകുപ്പിന്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയുമായി ആലോചിക്കാതെ, അല്ല ജലവിഭവ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയുമായി ആലോചിക്കാതെ, റവന്യൂ വകുപ്പിന്റെ കീഴിലാണല്ലോ ഈ കളക്ടർമാരെല്ലാം വരുന്നത്, റവന്യൂ വകുപ്പിന്റെ ചുമതലയുള്ള ശ്രീ അനിൽകുമാറുമായി ആലോചിക്കാതെ ആണ് ഇപ്പോൾ ഈ 15 ഉദ്യോഗസ്ഥന്മാരുടെ നിയമനം, തസ്തിക മാറ്റം നടത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ വി.ഡി. സതീശൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. കാരണം വി.ഡി. സതീശൻ നമുക്കറിയാം സമീപകാലത്ത് കോൺഗ്രസ് കണ്ട ഏറ്റവും വലിയ ചാണക്യ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ പോലും ഒരു രാത്രി കൊണ്ട് വിരുദ്ധമായതിനെ പുഴക്കി എറിഞ്ഞിട്ടാണ് വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നത്. അപ്പൊ അതാണ് ഞാൻ ചാണക്യ ബുദ്ധി എന്ന് ആദ്യം തന്നെ പറഞ്ഞത്. അല്ലെ UDF ആലോചിക്കാതെ, അല്ലെ ക്യാബിനറ്റിൽ ആലോചിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ പിന്നിൽ എന്തായിരിക്കും? തീർച്ചയായും അതിന്റെ പിന്നിൽ ഒരു വലിയ തന്ത്രം ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കെ കരുണാകരന്റെ കാലത്തും ആന്റണിയുടെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും എല്ലാം കമ്പാർട്ട്മെന്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. ഓരോ വകുപ്പും അവരവരുടെ സാമ്രാജ്യം പോലെ കരുതുന്ന ഒരു സംവിധാനമാണ് UDF-നകത്തുള്ള LDF. ആ വകുപ്പുകളിലൊക്കെ തന്നെ അവരുടെ ഇഷ്ടപ്രകാരം, അവരുടെ താല്പര്യപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത് എന്നതാണ് നമ്മൾ ഇതുവരെ കണ്ട സത്യം. UDF-ന്റെ പരാജയമായിട്ടല്ലേ നമ്മൾ ഇതിനെ കണ്ടത്? ഓരോരുത്തരും ഓരോ വകുപ്പിന്റെ മുഖ്യമന്ത്രിമാരാകുക, ആ വകുപ്പിലേക്ക് മുഖ്യമന്ത്രിക്ക് യാതൊരു അധികാരവും ഇല്ലാതിരിക്കുക. ഇങ്ങനെയാണെങ്കിൽ വി.ഡി. സതീശന്റേതായിട്ടുള്ള ഒറ്റ മന്ത്രിമാരും നിയമസഭയിലില്ല, എല്ലാം KC വേണുഗോപാലിന്റെയാണ്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന് ധനകാര്യ വകുപ്പ് മാത്രം ഭരിച്ചിരിക്കേണ്ട അവസ്ഥയിലേക്ക് വരില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് ഞാൻ ആദ്യം ഒരു പദം പറഞ്ഞത്, ചാണക്യ ബുദ്ധി എന്ന് പറഞ്ഞത്. മറ്റ് വകുപ്പുകളിൽ എന്ത് നടക്കുന്നു എന്ന് മുഖ്യമന്ത്രി എന്ന നിലയിൽ താൻ അറിഞ്ഞേ പറ്റൂ. അതിന് തനിക്ക് വിശ്വസ്തരായ ആളുകളെ പ്രധാനപ്പെട്ട വകുപ്പുകളിലെ പ്രധാനികളായി നിയമിക്കുന്നത് വി.ഡി. സതീശന്റെ താല്പര്യപ്രകാരം തന്നെയാണ്. ഒരുപക്ഷെ ഇത് ക്യാബിനറ്റിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നുവെങ്കിൽ, അങ്ങനെയാണ് മുൻകാലങ്ങൾ ചെയ്തിരുന്നത്, ക്യാബിനറ്റിൽ വെച്ചിരുന്നുവെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എതിർത്തേനെ. ഇപ്പൊ AP അനിൽകുമാർ റവന്യൂ വകുപ്പ് മന്ത്രി അറിയാതെയാണ് ഈ കളക്ടർമാരെ എല്ലാം മാറ്റിയിരിക്കുന്നത് പറഞ്ഞു. അവർ എതിർത്തേനെ. കാരണം അവർക്കൊക്കെ താല്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം തലയ്ക്ക് മീതെ കൂടെയാണ് ഈ ഉദ്യോഗസ്ഥ തസ്തിക പ്രതിഷ്ഠ എന്നത് നമ്മൾ കാണാതെ പോകരുത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ശ്രീ വി.ഡി. സതീശന് നല്ല കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. അല്ലാതെ വെറും അദ്ദേഹം ഒരു മറ്റുള്ള രാഷ്ട്രീയക്കാരെ പോലുള്ള ഒരാളായിട്ട് ഞാൻ വിലയിരുത്തുന്നില്ല. കേരളത്തിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഗ്രഹപാഠം ചെയ്ത് പഠിച്ച് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇച്ഛയുള്ള ഒരാളാണ് ശ്രീ വി.ഡി. സതീശൻ. അപ്പോൾ അദ്ദേഹം ഇത് ചെയ്തത് ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പോകാനായിരിക്കുമെന്നാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഘടകകക്ഷി സംവിധാനത്തിൽ ഇതിന് എതിർപ്പുകൾ വരും. ഇപ്പം അതിനെ ആലോചിച്ച് നോക്കൂ. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച മുസ്ലിം ലീഗിന്റെ പോലും തലയ്ക്ക് മേതെ കൂടി അവർ പോലും അറിയാതെ വ്യവസായ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മാറ്റി വേറൊരാളെ, സതീശൻ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള ഒരാളെ നിയമിക്കുക എന്ന് പറയുമ്പോൾ, അപ്പം ഈ അധികാരം തൻ്റെ കയ്യിലേക്ക് എത്രമാത്രം കേന്ദ്രീകരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവോ അത്രയും എതിർപ്പുകൾ ഘടകകക്ഷിയുടെ ഭാഗത്തുണ്ടാകും. അവിടെ ഏറ്റവും സ്മൂത്തായി വന്നിട്ട് ഇപ്പൊ കല്ലുകടിയായി ഇത് തന്നെയല്ലല്ലോ. ഇപ്പൊ മുൻപം വിഷയം, മറ്റേ എറണാകുളത്തെ 8 വീട് അവരുടെ കുടിയിറക്ക പ്രശ്നങ്ങൾ, 2-3 വിഷയങ്ങൾ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കകം തന്നെ ഉണ്ടായി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മന്ത്രിയോടില്ല. പിന്നെ കെ മുരളീധരനാണ് അത് സ്വന്തം കഴിവ് കൊണ്ട് കയറി പറ്റിയതാണ് ഈ മന്ത്രിസഭയിൽ, അല്ലെങ്കിൽ അദ്ദേഹം കൂടെ പുറത്തള്ളിപ്പോയിന്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന അദ്ദേഹം മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഫേവർ ചെയ്യാനുള്ളത്. ഇന്നലെ അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ പറയുന്നുണ്ട്, അത് ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ചിട്ട് നമുക്കത് അതിന്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന്. അങ്ങനെ പറയുന്ന ഒരു മന്ത്രിയും കാണത്തില്ല ശരിയായിട്ടും ഈ മന്ത്രിസഭയിൽ മുരളീധരൻ അല്ലാതെ. അപ്പൊ ഈ വരുന്ന വഴികളിൽ പുള്ളി നേരിടുന്ന വലിയ പ്രശ്നങ്ങളില്ലേ ചേട്ടാ? ഈ മന്ത്രിമാരൊക്കെ വേണുഗോപാൽ എവിടെന്ന് പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുന്നവരായി മാറിയാൽ ഈ ഭരണം എങ്ങനെ ഒരാൾക്ക് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? 4 വഴിക്കേക്ക് ഒരു കാറിനകത്തിരുന്നുകൊണ്ട് 4-5 സ്റ്റിയറിംഗ് വെച്ചിട്ട് 5-6 വഴിക്കേക്ക് വണ്ടി പോകാൻ പറ്റില്ലല്ലോ. ഒരു വഴിക്കേക്കാണ് പോകേണ്ടത്. ഈ ഭരണം പരാജയപ്പെട്ടാൽ, ഈ ഭരണത്തിന് പേരുദോഷം ഉണ്ടായി, ഈ പേരുദോഷം മൊത്തം ചുമക്കാൻ ബാധ്യസ്ഥനാണ് വി.ഡി. സതീശൻ. ആ നിലയ്ക്ക് ഇതിനകത്ത് ഒരു അഴിമതി ഉണ്ടാകാൻ പാടില്ല, ഇതിനകത്ത് ഒന്നും തെറ്റായിട്ടൊന്നും നടക്കാൻ പാടില്ല എന്ന് പുള്ളി ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. അദ്ദേഹം പുറത്തു നിന്നും അകത്തു നിന്നും ധാരാളം പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയേണ്ടി വരും. കാരണം പുറത്തുനിന്ന് ഹിന്ദു സമുദായത്തിലെ NSS, SNDP പോലുള്ള സംഘങ്ങൾ അദ്ദേഹത്തിനെ ആക്രമിക്കാനായി വടിയെടുത്തിരിക്കുകയാണ്. ആ സമയത്ത് മതമാണ് പ്രശ്നം, നമ്മുടെ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയ 10.5 വർഷത്തെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പണിക്ക് നിൽക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന മന്ത്രിമാരുള്ള മുസ്ലിം ലീഗ് അവരുടെ മലബാറിലേക്ക് ഇവിടുത്തെ ഭരണത്തിന്റെ കൂടുതൽ ബെനിഫിറ്റ്സ് ഒഴുക്കിക്കൊണ്ടുപോകും. ആ ബെനിഫിറ്റ്സ് ഒഴുക്കിക്കൊണ്ടുപോകും. അടിക്കാൻ റെഡിയായിട്ട് പടിയുമായിട്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളിയും
അതേപോലെ സുകുമാരൻ നായർ. അപ്പൊ ഇത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങും. അപ്പൊ അങ്ങനെ ആ ഒരു പ്രതിസന്ധിയെ പുള്ളി തരണം ചെയ്യേണ്ടി വരും. മന്ത്രിമാരുടെ സഹകരണം എത്രമാത്രം ഇദ്ദേഹത്തിന് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുണ്ട്. അതുകൂടാതെ കേരളത്തിലെ 2024 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും പണം എത്തിയിട്ടാണ് ഇവിടെ കൃത്യമായി സാമ്പത്തികമായി ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ പ്രചരണം നടത്താൻ പറ്റിയത്. ഇതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടുന്നും പൈസ അങ്ങോട്ട് ഒഴുക്കേണ്ടതുണ്ട്. ഈ പൈസ എങ്ങനെ ഇദ്ദേഹം കണ്ടെത്തും? അപ്പൊ അതിന് അഴിമതിയുടെ കറവറലാനും പാടില്ല, ഇത് കിട്ടുകയും വേണം. ഇതിനൊക്കെ ഈ മന്ത്രിമാരൊക്കെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നുമില്ല. ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്. എത്ര ടീം UDF എന്നൊക്കെ കൊട്ടിഘോഷിച്ചാലും ശരി, കോൺഗ്രസിനുള്ളിൽ പോലും വലിയ പഠനപ്പിണക്കങ്ങളും വലിയ ഗ്രൂപ്പിസങ്ങളും ഒക്കെ നിലനിൽക്കുന്നു എന്നതിൻ്റെ ഭാഗമാണ്. നമ്മളത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പന്തയത്തിൽ വളരെ പ്രകടമായി ഇന്ത്യയും കേരളവും വോട്ടർമാരും എല്ലാം കണ്ട സംഭവം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എത്ര ചിരിച്ചാലും, അദ്ദേഹം എത്ര സൗമ്യനായി സംസാരിച്ചാലും, അദ്ദേഹം എത്രമാത്രം ജനപ്രിയമായിട്ടുള്ള രീതിയിൽ ഇടപെടാൻ ശ്രമിച്ചാലും, ശരീരഭാഷ എത്ര ഫ്ലെക്സിബിൾ ആക്കിയാലും ശരി, കോൺഗ്രസിനുള്ളിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. പക്ഷെ ജനങ്ങൾ അദ്ദേഹത്തിനാ പിന്തുണ. പക്ഷെ അവരല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഏത് തീരുമാനം എടുക്കുമ്പോഴും അദ്ദേഹത്തിന് മുകളിൽ അതിനെ ചോദ്യം ചെയ്യാനും അതിൽ തെറ്റുകൾ കണ്ടുപിടിച്ച് അത് കേന്ദ്ര നേതൃത്വത്തെ ബോധിപ്പിക്കാനും അദ്ദേഹം ചെയ്തത് ഓവർ സ്മാർട്ട്നെസ് ആണ്, അല്ലെ അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറയാൻ കോൺഗ്രസിനകത്ത് ഒരു വലിയ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ആഭ്യന്തര വകുപ്പ് കൂടി അദ്ദേഹത്തിൻ്റെ അല്ല, അത് വേറൊരു ഗ്രൂപ്പ് ലീഡറായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല, ഐ ഗ്രൂപ്പിന്റെ ലീഡറായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ്. ഞാൻ ആദ്യം പറഞ്ഞ കമ്പാർട്ട്മെന്റലായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കാണാൻ വേണ്ടി കഴിയും. VD സതീശൻ സ്വന്തം ആള് എന്ന് കരുതിയ ആളുകൾ പോലും അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ പരസ്യമായി ഞാൻ KC വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് ഹൈക്കമാൻഡിന് എഴുതി കൊടുക്കുന്ന സ്ഥിതി നമ്മൾ കണ്ടു, ഇല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇപ്പോഴും ഇതിന്റെ അപ്പർ ഹാൻഡ്. ചരടെന്ന് പറയുന്നത് ശ്രീ KC വേണുഗോപാലിന്റെ കയ്യിൽ തന്നെയാണ്. രമേശ് ചെന്നിത്തലയെ പോലെ ആളുകളും ഇങ്ങനെ തക്കം ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭരണം അത്ര സുഗമമായി പോകുമെന്ന് കഴിയുന്നില്ല. അദ്ദേഹം രണ്ട് കാര്യങ്ങളെ നേരിടേണ്ടി വരും. ഒന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ നിന്നും ഇതുപോലുള്ള അടിപ്പാരകൾ അദ്ദേഹത്തിന് ഉണ്ടാകും. രണ്ട്, ഇനിയും നടക്കാൻ പോകുന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ സമര കോലാഹലം നമ്മൾ കാണുവാൻ പോവുകയാണ്. എറണാകുളത്തെ കുടിയിറക്ക് വിഷയം പോലും നമ്മൾ കണ്ടു തുടങ്ങി. അവിടെ CPM കയറി കൈവച്ചിട്ടുണ്ട്. ഇനി കേരളത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും ഇങ്ങനെ സമരമുഖം തുറക്കുവാൻ വേണ്ടി പോകുന്നു. അതോടൊപ്പം തന്നെ VD സതീശൻ മുഖ്യമന്ത്രി നേരിടേണ്ടത് സ്വന്തം പാർട്ടിക്കകത്തു നിന്നും പിന്നെ ഘടകകക്ഷികളിൽ നിന്നും. എന്തായാലും ശരി, മറ്റു വകുപ്പുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് തനിക്ക് കൂടി അറിയണം. അതിന് അദ്ദേഹത്തെ കുറ്റപ്പെട്ട കാര്യമല്ല. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള താല്പര്യങ്ങൾ, തന്റെ മനസ്സിലുള്ള മോഹങ്ങൾ, കാഴ്ചപ്പാടുകളൊക്കെ തന്നെ സമൂഹത്തിലെ നാട്ടിലെ ഒരു വികസനത്തിന്റെ രീതിയിൽ മറ്റ് ജനക്ഷേമത്തിന് നടപ്പിലാക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ അറിവുണ്ടായേ കഴിയുള്ളൂ. അല്ല ഓരോരുത്തരും പോയി അവരവരുടെ രീതിക്ക് കയറിയിട്ട് അവരവരുടെ വകുപ്പ് ഭരിച്ച് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വെച്ച് ഫയല് മുഖ്യമന്ത്രിയെ കാണിക്കാതെ മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ചെയ്തു എന്നുള്ള സ്റ്റെപ്പാണ്. പക്ഷേ അതിന്റെ കീഴ്വഴക്കം ലംഘിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമുണ്ട്. ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ഒരാൾ അഭിമുഖീകരിക്കുന്നു എന്ന രീതിയിലാണ് പുള്ളിയുടെ ഓരോ വേദിയിലെയും പ്രസംഗം. പുള്ളിയുടെ സ്വപ്നങ്ങളെ കുറിച്ച് പറയുക, ലാളിത്യത്തോടെ എങ്ങനെ ഈ ഭരണം കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറയുക. ഇതെല്ലാം പറഞ്ഞ് കേരളത്തിന് അല്ലെ കൊച്ചിയെ ഞാൻ വലിയ സിറ്റി ആക്കും, അങ്ങനെ ക്ലീൻ സിറ്റി ആക്കും എന്നൊക്കെ രീതിയിലുള്ള ആശകൾ ജനങ്ങൾക്ക് കൊടുത്ത് ഇപ്പോഴും മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ശരിയായിട്ടും തെരഞ്ഞെടുപ്പിനെ അല്ല നേരിടുന്നത്. കൃത്യമായി അതിനകത്ത് ജനങ്ങളോട് പറയുന്നുണ്ട്, എനിക്ക് ഇത്രയും പ്ലാനും പദ്ധതികളും ഉണ്ട്, ഇത് നടപ്പാക്കാൻ എന്റെ മന്ത്രിസഭയിലെ ആൾക്കാർ എഗനസ്റ്റായി നിന്നേക്കാൻ സാധ്യതയുണ്ട്. ഞാൻ വളരെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോ നിങ്ങൾ ഒന്നുകൂടി തെരുവിൽ ഇറങ്ങേണ്ടി വരും എന്ന് ഉള്ള ഒരു മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ ഒരു ജാമ്യമെടുപ്പാണ്. അല്ലെ ഇതൊന്നും നടന്നില്ലെങ്കിൽ എന്റെ കുഴപ്പമല്ല എന്ന് പറയാനുള്ള ജാമ്യമെടുപ്പാകാം. ഇത് രണ്ടിലേതിൽ നടക്കുന്നത്. ഏതായാലും ബുദ്ധിമാനാണ്. തീർച്ചയായിട്ടും പുള്ളിയുടെ നേരെ വരാൻ പോകുന്ന അമ്പുകൾ ഏതാണെന്ന് പുള്ളി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ആ അമ്പുകളെ നേരിടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ജനങ്ങളെ കൂടെ നിർത്തുക. കോൺഗ്രസിൽ ഒരു ഗ്രൂപ്പായിട്ടല്ല, കോൺഗ്രസിൽ ഒരു ആം ആദ്മി ആയിട്ട് നിൽക്കാനാണ് പുള്ളി ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നാളെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, പുള്ളി എടുക്കുന്ന തീരുമാനങ്ങളിൽ മറ്റുള്ളവർ യോജിക്കാതെ വന്നാൽ അടുത്ത ദിവസം രാവിലെ പത്രസമ്മേളനം വിളിച്ച് ഞാനിതാ ഒഴിയുകയാണ് എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ കേരളം മുഴുവൻ ആളിറങ്ങി ചവിട്ടി മതിക്കും എന്ന് ആ രീതിയിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നുണ്ടോ എന്ന് എനിക്കാണ് എന്താണ് സംശയം. പക്ഷെ അതിനെ തെറ്റ് പറയാൻ പാടില്ല. ഒരു നല്ല ലക്ഷ്യത്തിനാണെങ്കിൽ, തനിക്ക് അഴിമതി നടത്തി നേടാനല്ല എങ്കിൽ ഈ IAS മാറ്റുന്നതിൽ ഒരു തെറ്റുമില്ല. തന്റെ ലക്ഷ്യങ്ങളിലേക്ക് താനാണ് ഇതിന്റെ ഉത്തരവാദി, താനാണ് ഇതിന്റെ ഡ്രൈവർ, ഐ ആം ദ ഓണർ എന്ന രീതിയിൽ ഈ ഭരണത്തെ കൊണ്ടുപോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ട്. അതിനെ എന്തിനാണ് തെറ്റാതിരിക്കേണ്ട കാര്യം എന്താണെന്ന് എൻ്റെ ഒരു തോന്നുന്നു. ഈ പൊതുസമൂഹത്തിൻ്റെ, കേരള പൊതുസമൂഹത്തിൻ്റെ മനഃശാസ്ത്രം വളരെ നന്നായി പഠിച്ചിരിക്കുന്ന ഒരു ഫിഷഗ്വരനാണ് ശ്രീ VD സതീശൻ. അദ്ദേഹത്തിന് അറിയാം ഒരു പൊതുസമൂഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. എന്താ ഒരു പൊതുസമൂഹത്തെ ഇങ്ങനെ ചലനാത്മകമായി നിൽക്കണമെങ്കിൽ, അല്ലെ തങ്ങളോട് ചേർന്ന് തനിക്ക് നേരെ അവർ കണ്ണുകൾ നീട്ടി നിൽക്കണമെങ്കിൽ ഭരണാധികാരി എന്താ ചെയ്യേണ്ടത്? അവർക്ക് പ്രത്യാശ കൊടുക്കുക, ഇല്ലേ? എപ്പോഴും അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഈ ആദ്യം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ
പത്രസമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്ന അല്ലെ അദ്ദേഹം സഞ്ചരിക്കുന്ന പഥങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം എപ്പോഴും ഈ ജനത്തെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇത് പലതും നടക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ തുറമുഖ നഗരമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റും എന്ന് പറഞ്ഞു. ഇതിന് ഒരു വലിയ സമ്പത്ത് വേണ്ട. പക്ഷേ അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ജലഗതാഗത പാത അല്ലെ തുറമുഖങ്ങളാകെ തന്നെ കേരളത്തിലുണ്ടാക്കും. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു കൊച്ചി ഞാൻ സിനിമയുടെ സിറ്റി ആക്കാൻ വേണ്ടി പിന്നെ പോവുകയാണ്, നമ്മളങ്ങ് ഇതങ്ങ് വികസിപ്പിക്കാൻ പോവുകയാണ്. ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന ആ ചാതുര്യമുണ്ട്. അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ ഓരോ ശരീരഭാഷയിലും ഓരോ സംസാരത്തിലും നമ്മൾ വലിയൊരു സംഭവമാക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ്. കേരളം അങ്ങ് വലിയ മാറ്റത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ കണ്ടോളൂ, നമ്മൾ അതാണ് ചെയ്യുന്നത്. പക്ഷേ ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം കൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നത്, 19-ാം തീയതി വരാൻ പോകുന്ന ബഡ്ജറ്റിൽ ചില നീറുന്ന പ്രശ്നങ്ങളൊക്കെ, നീറുന്ന രീതിയിലൊക്കെ ചില വില കൂട്ടലുകളും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അപ്പോഴും ജനങ്ങൾ ഇളകി എനിക്കെതിരെ വരരുത്. കാരണം എനിക്ക് ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. നിങ്ങൾ ശല്യം ചെയ്യാതെ മിണ്ടാതെ അടങ്ങിയിരിക്കണം. അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ബേക്കറി നിന്നെ സാധനങ്ങൾ വാങ്ങിച്ചു തരാം, അതുകൊണ്ട് നീ എന്റെ കൂടെ മിണ്ടാതെ വണ്ടിയെ കയറി വരണം എന്ന് പറയുന്ന രീതിയിൽ ജനങ്ങളെ കൊണ്ടുപോവാണ്. പക്ഷെ അത് ഒരു ചാതുര്യമാണ്. നല്ലതിന് വേണ്ടിയാണെങ്കിൽ അത് മുന്നോട്ട് തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ, അദ്ദേഹം കാണുന്ന കാഴ്ചപ്പാടുകൾ ഇതൊക്കെ തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിന് ഒരു വലിയ നേട്ടമാണ് എന്ന് കാണുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഈ വി.ഡി. സതീശൻ്റെ ഗവൺമെൻറ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി അദ്ദേഹം വളരെ സമർത്ഥമായി ഭരണം കൊണ്ടുപോയി. അടുത്ത 5 വർഷക്കാലം കേരളത്തിൽ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാകാതെ, തർക്കങ്ങളൊന്നും ഉണ്ടാകാതെ അദ്ദേഹം പോയാൽ കേരളത്തിൽ ചോദ്യം ചെയ്യാനാകാത്ത കോൺഗ്രസിൻ്റെ നേതാവായി അദ്ദേഹം മാറും. മറ്റെല്ലാവരും നിഷ്പ്രഭരായി പോകും. ഈവൻ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കം മുഴുവൻ ആളുകൾ, ഇന്ന് അവരെ താങ്ങി നിർത്തുന്ന മുഴുവൻ ആളുകൾ പോലും തിരിച്ച് വി.ഡി.എസിൻ്റെ പാളയത്തിലേക്ക് വരും. ഒരു കേരളത്തിൻ്റെ നെഹ്റുവാക്കി മാറ്റാൻ ഇദ്ദേഹത്തിന് വിടുമോ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. ഒപ്പം പ്രതിപക്ഷത്തിൻ്റെ വലിയ സമര സന്നാഹങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചർച്ചയുടെ അവസാനം. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ IAS-കാരെ പ്രതിഷ്ഠിച്ചത് എന്നുള്ളതൊന്നാണ് ഞങ്ങൾ ചർച്ച തുടങ്ങിയത്. ഈ ചർച്ച തുടങ്ങുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഇദ്ദേഹം നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ വടിയെടുത്തുകൊണ്ട് SNDP NSS നിൽക്കുന്നു, DYFI സമരം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു, വലിയ ചോര വീഴുന്ന സമരങ്ങൾ ഉണ്ടാക്കും. കാരണം പോലീസിനോട് യാതൊരു വിധമായ ദാക്ഷിണ്യമില്ലാതെ കല്ലേറും ഒക്കെ നടത്തി ലാത്തി ചാർജ് എരന്നു വാങ്ങിക്കത്തക്ക രീതിയിലുള്ള സമരങ്ങളായിരിക്കും ഇവരുണ്ടാക്കുന്നത്. അതിനുള്ള വിഷയങ്ങൾ നോക്കിയിരിക്കുകയാണ് അവർ. ഓരോ വിഷയങ്ങളും നെല്ലും പതിരും തിരിച്ചു മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ജനങ്ങൾ മാത്രമായി ഒരു മുഖ്യമന്ത്രിയുടെ പിന്നിലുള്ളൂ എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ഒരാള് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗ് എന്നും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കില്ല. നാളെ എതിരായിട്ട് തന്നെ പറഞ്ഞ് പത്രസമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവരാഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ അവർ പുറകോട്ട് പോകില്ല. ഇതാണ് പറയാനുള്ളത്. വി.ഡി. സതീശൻ നേരിടാൻ പോകുന്നത് പുറത്തു നിന്നുള്ള എത്രമാത്രം പ്രഷറും സമ്മർദ്ദവും അതിനെക്കാട്ടി കൂടുതൽ പ്രഹരം പുള്ളി കേൾക്കാൻ പോകുന്നത് ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു വാർത്തയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.